അത് നമ്മൾ പിന്നെ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കണമെന്നോ അല്ലെങ്കിൽ ഈ സിനിമയിലൂടെ എന്തൊക്കെ ആകാമെന്നൊന്നും ആഗ്രഹിച്ചിട്ടേ ഇല്ലായിരുന്നു അന്ന്. തിരനോട്ടം എന്നുള്ളത് നമ്മുടെ അന്ന് +2 ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നേരെ കോളേജിൽ പോയപ്പോൾ അശോക് പറഞ്ഞ സിനിമ ശരി അഭിനയിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞു നീ ഡിഗ്രിക്ക് പോകണം അല്ലേ. അതൊക്കെ ഒരു ഡിഗ്രി എന്ന് പറയുന്ന ഒരു മസ്റ്റാണ്. അന്ന് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ലല്ലോ നമുക്ക്. അങ്ങനെ പോയിട്ട് ആ എക്സാം എഴുതുന്ന സമയത്താണ് ഇത് നടന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു തമിഴ് സിനിമ എടുക്കാൻ വേണ്ടിയിട്ടാണ് മദ്രാസിലേക്ക് വന്നത്. സുരേഷിൻ്റെ അമ്മാവൻ കരയിൽ അലേകൾ എന്ന് പറഞ്ഞിട്ട് വലിയ പാട്ട്. അമ്മാവൻ്റെ കുറേ പൈസ പോയി കിട്ടി? ഒന്നും പോയിട്ടില്ല, അത് ഷൂട്ട് ചെയ്തിട്ടില്ല. റെക്കോർഡിംഗ് ഒക്കെ നടന്നില്ലേ? ചെറിയ പൈസ അദ്ദേഹത്തിന് അത് പോകണമെന്നുണ്ടായിരിക്കും. പക്ഷെ ആ സിനിമ അങ്ങനെ പോയത് കൊണ്ടാണ് അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കുകയും ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് അവിടെ വെച്ച് കാണുകയും ഇതിലേക്ക് അയക്കാമെന്ന് തോന്നുകയും ഇനി ഈ സുരേഷ് പറയാതെ കഥ പറഞ്ഞാൽ ഞാനിത് കൊണ്ടുപോയതാണ്. ഇത് കൊണ്ടുപോയപ്പോൾ അന്ന് 5 രൂപ 10 രൂപ അങ്ങനെ എന്തോ ഒരു വലിയ ഒരു നോട്ടാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പം അവിടെ അയക്കുന്ന ആൾ പറഞ്ഞു പോയി ചില്ലറ വാങ്ങിച്ചോണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാനതൊരു ബാഡ് ഒമനോ അല്ലെങ്കിൽ എനിക്കതൊരു താല്പര്യം തോന്നില്ല. അത് നെക്സ്റ്റ് ഡേയുമാണ്. പിന്നെ ഈ ഫോട്ടോ കണ്ടാൽ ഇത് അയക്കണമെന്ന് എനിക്ക് തോന്നണ്ടേ? അത്ര നല്ല ഫോട്ടോ അല്ലത്. കാര്യം നല്ല ഫോട്ടോ അല്ലാത്തതുകൊണ്ട് അല്ല, എൻ്റെ മുഖം അങ്ങനെ ആയിരുന്നു. ചേട്ടാ ഞാൻ ഇത് അയക്കുന്നില്ല, ഇത് ഫോട്ടോസ് അത്ര നന്നായിട്ടില്ല, ഇത് അയച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ റൂമിൽ എൻ്റെ മേശപ്പുറത്തിട്ട് വെച്ചിട്ട് ലാല് വീട്ടിൽ പോയി. അപ്പം ഞാൻ ഉച്ചയ്ക്ക് കിടന്നുറങ്ങി വൈകിട്ടായപ്പോഴത്തേക്ക് അമ്മ ചായയായിട്ട് വന്നപ്പോഴത്തേക്ക് മേശയെല്ലാം ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്നതെല്ലാം അടുക്കി വെക്കുമ്പോഴത്തേക്ക് ഈ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ലാല അയക്കാൻ വെച്ചിരുന്നതാണ്, നാളെ ഇന്നാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അയക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടിട്ടാണ്. അതെന്തിനാ ചുമ്മാ അയച്ചാൽ എന്തിനത് വെച്ചിരിക്കുന്നത്, എന്തായാലും നോക്കാം. അപ്പം ഞാൻ തന്നെ അപ്പോൾ തന്നെ പോയിട്ട് ട്രിവാൻഡ്രത്ത് പുളിമൂട്ടിൽ ജീപ്പ് പോയെന്ന് പോസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരികയും പിറ്റേ ദിവസം ഒരു ലാലിന് ടെലഗ്രാം വരികയും ചെയ്തു. അപ്പോഴാണ് ലാല് എന്നെ വിളിച്ച് ചോദിക്കുന്നത് നീ അത് അയച്ചു അല്ലേ എന്നെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു. ആ ഫോട്ടോസ് അയക്കാൻ സുരേഷ് കുമാറിൻ്റെ അമ്മയ്ക്ക് തോന്നിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ലാലെന്നുള്ള ഈ വിസ്മയം എൻ്റെ മുമ്പിലിരിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് അതാണ് ഒരു അമ്മ എന്ന് പറയുന്ന വാക്കിൻ്റെ അവിടെ ഒരു അമ്മ വന്നിരിക്കണം, അവിടെ ഒരു അമ്മ വന്നു. അപ്പോൾ അങ്ങനെ ഈ സിനിമയിലേക്ക് അയക്കുകയും അത് ലാസ്റ്റ് ഡേ ആയിരുന്നു. അവർക്ക് അതുവരെ ആരെയും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്കിങ്ങനെ പുതിയ സിനിമയ്ക്ക് വേണ്ടി ഒരു വില്ലനെ വേണം, ഈ രജനീകാന്ത് അല്ലെങ്കിൽ അന്ന് അങ്ങനെ ഒരുപാട് അങ്ങനെയൊക്കെ വന്ന പോലെ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. അതെ, ഇവിടെ അദ്ദേഹം വന്നില്ലെങ്കിൽ പ്രശ്നമാകും. ആണോ? മോഹൻലാൽ എന്ന നാണം കുടുങ്ങിയെ ഞാൻ നാണം കുടുങ്ങിയെന്ന് പറയാൻ കാരണം അന്നും ഇന്നും ലാലൊരു നാണം കുടുങ്ങി തന്നെ. എസ്പെഷ്യലി ഈ ക്രൗഡുകളുടെ ഇടയിൽ വരുമ്പോൾ ഒരു എസ്കേപ്പ് ചെയ്യാനുള്ളൊരു ഒരു മനോവായിട്ട് നടക്കുന്ന ഒരു നാണം കുടുങ്ങി. അപ്പോൾ ആ നാണം കുടുങ്ങലാണ് ശരിക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലനായിട്ട് ലാലിനെ കാസ്റ്റ് ചെയ്യാനുണ്ടായ കാര്യം. അതാണ് പറഞ്ഞത്. ഈ രജനീകാന്ത് പോലെയൊക്കെ ചെയ്യുന്ന ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ ചെയ്യാം. പക്ഷെ രജനീകാന്തിൻ്റെ വരവും ലാലിൻ്റെ വരവിനും ഒരുപാട് സമാനതകളുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. രജനീകാന്ത് ഒരു സിനിമയിൽ ഇതുപോലെ ഒരു മൂന്നാം വേഷം വില്ലനായിട്ടാണ് വന്നത് അദ്ദേഹം. അല്ല, അതുകൊണ്ടാണ് ആ സമയത്ത് പുള്ളിയുടെ ഒരു രജനി സ്റ്റൈൽ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ല, ഞാൻ അറിയാവുന്ന പോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടു. അപ്പോൾ ഒരുപാട് പേരുണ്ട്, സിബി ഉണ്ട്, ജിജോ ഉണ്ട്, ഇവരെ കുറേ ആൾക്കാരുണ്ട്. ഇന്റർവ്യൂ ചെയ്ത് ഇവരൊക്കെ തന്നെയാണ് അല്ലേ? അപ്പോൾ അങ്ങനെ കുറേ സിറ്റുവേഷൻ രംഗങ്ങളൊക്കെ ലാൽ അവിടുത്തെ അഭിനയിച്ച് കാണിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ പിന്നെ കുറവ് മാർക്ക് തന്നതൊക്കെ സിബിയാണ്. 2 മാർക്കൊക്കെയാണ്. 2 മാർക്ക് 2 അങ്ങനെയൊക്കെയുള്ള 3 മാർക്ക് മറ്റേത് അങ്ങനെ. അപ്പം 10ൽ 2 മാർക്ക്. അതെ, 10ലല്ല 100ൽ 2 മാർക്ക്. പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെയാണ് എനിക്ക് 2 നാഷണൽ അവാർഡുകളും കിട്ടിയത്. ഇതാണ് വിധി വൈപരീത്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജിജോ എടുത്ത് ഫാസിൽ പാച്ചിക്ക ചോദിച്ചു എത്ര മാർക്കെന്ന് ചോദിച്ചപ്പം അദ്ദേഹം തിരിച്ച് പാച്ചിക്കയോട് ചോദിച്ചു, ഫാസിലിനോട് ചോദിച്ചു എത്ര മാർക്ക്. പുള്ളി എനിക്ക് എന്തോ 95 മാർക്ക് തന്നു. അപ്പോൾ ജിജോ 98 ആക്കിയതിന്. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിൽ വരുന്നത്. അപ്പോൾ സിബിയുടെ മാർക്കിൽ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അതെ ലാൽ തട്ടിപ്പോയനെ. അല്ല, സിബി ഒക്കെ അവരുടെ അന്നത്തെ ഒരു ടീമിലെ മെമ്പേഴ്സാണ്. ഇവരായിരുന്നു ഡിസൈഡിങ് ഫാക്ടർ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞാൻ നവോദയ അപ്പച്ചനെ കണ്ടു. അപ്പോൾ ഇന്നലെയും ഞാൻ നവോദയയിൽ പോയി ഷൂട്ട് ചെയ്തിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് പോയപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തു. ഏതാണ്ട് 33 വർഷത്തോളം
ഒരുപക്ഷെ ഇതുപോലെ വില്ലൻ വേഷങ്ങളിൽ നിന്നൊരു സൂപ്പർ സ്റ്റാർ ജനിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായി സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരും എനിക്ക് വന്ന ഒരു പക്ഷേ ചിരഞ്ജീവി ആയാലും അല്ലെങ്കിൽ രജനീകാന്ത് ആയാലും അങ്ങനെ ഒരുപാട് പേര് നിമിത്തങ്ങളുണ്ട്. ഒരുപാട് പേര് ഞാൻ ഒരുപാട് സിനിമകളിൽ ഞാൻ പിന്നെ വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ഡസനോളം സിനിമകളിൽ പിന്നീട് ലാല് വില്ലൻ വേഷങ്ങളിലാവുന്നത് എപ്പോഴും അങ്ങനെയാണ് വേണ്ടത്. അതായത് ഒരു വില്ലൻ ഉണ്ടായാലും ഒരു ഹീറോ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് നമ്മൾ ഈ വില്ലൻ എന്നുള്ള വാക്ക്, പിന്നെ അതിന് പുതിയ ഒരുപാട് വാക്കുകൾ, ആൻറ്റി ഹീറോ അല്ലെങ്കിൽ നെഗറ്റീവ് എന്നൊക്കെ പറയുന്നതിനേക്കാളും നല്ലത് എല്ലാവരും ആക്ടേഴ്സായിട്ട് തന്നെയാണ് അത് കാണുന്നത്. ഒരു വില്ലൻ ഹീറോ എന്നുള്ളൊരു വാക്കാണ്. ഞാനിപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും എനിക്ക് അത് കഴിഞ്ഞ് ഒരുപാട് ആൻറ്റി ഹീറോ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ വരാൻ പോകുന്ന പുതിയൊരു സിനിമ തന്നെ അത്തരത്തിൽപ്പെട്ട ഒന്നാണ്, ജില്ല എന്ന് പറഞ്ഞ തമിഴ് സിനിമ. അതിൽ അതെ, അതിനൊരു നെഗറ്റീവ് റോളോ പോസിറ്റീവ് റോളോ എന്നൊന്നും പറയാൻ പറ്റില്ല. അല്ല, ലാലിപ്പോൾ ഇപ്പം ഞാനും നേരത്തെ ഉപയോഗിച്ചൊരു പദം ലാൽ പറഞ്ഞു, അത് അങ്ങനെയല്ലേ, ഒരു പദം മാത്രമല്ലേ. ഇപ്പം ഒരു സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്ന ഒരാൾ ഇതുപോലുള്ള വില്ലൻ വേഷങ്ങൾ ചെയ്യുന്നതിൽ ഒരുപക്ഷെ മറ്റ് ഭാഷകളിലുള്ള നടന്മാർ തയ്യാറാകണമെന്നില്ല. ഇവിടെയും ലാലിൻ്റെ ഫാൻസും ലാലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും വേണമെങ്കിൽ എതിർത്തേക്കാം. ലാലെന്നുള്ള നടൻ വേണമെങ്കിൽ കണ്ടാൽ ഇപ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ. ആ സിനിമ കണ്ടിട്ട് മോഹൻലാൽ എന്തിനാണ് ഈ സിനിമ പോയി ചെയ്തതെന്ന് ആരും ചോദിക്കില്ല, എന്നെ ഇഷ്ടപ്പെടുന്നവർ. കാര്യം ആ സിനിമയിൽ അത് നമ്മളെപ്പോഴും ഇയാൾ തന്നെയാണ് ഈ സിനിമ ചെയ്യേണ്ടിയിരുന്നത് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ആക്ടറുടെ ധർമ്മം അല്ലേ. എപ്പോഴും ഞാൻ പറയാറുണ്ട്, എഴുതി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ ആ ഡയറക്ടർ കൺസീവ് ചെയ്ത ഒരു ക്യാരക്ടർ ഉണ്ടാവും, അല്ല ഈ ആക്ടർ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാകുന്ന അദ്ദേഹത്തിനൊരു ധാരണ ഉണ്ടാകും. ആ ആക്ടർ ആ ധാരണയിൽ നിന്ന് മോളിൽ പോകുമ്പോഴാണ് ഒരു ആക്ടറുടെ ബ്രില്യൻസ്.